ഹേ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ അഥവാ അർജുൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡൊന്നുമല്ല, നല്ല സ്വാദിഷ്ടമായ പഴങ്കഞ്ഞി. യെസ്, പഴങ്കഞ്ഞി. അതെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ തൈര്, കട്ട തൈര്, മരിച്ചീനി, പിന്നെ തോരൻ, പിന്നെ അച്ചാറ്, പിന്നെ കരുവാട്, പിന്നെ ചമ്മന്തി, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച ഒരു മിശ്രിതമായ ഒരു കിടിലം പഴങ്കഞ്ഞിയാണ്. ഇതിന് നമുക്ക് ഫോറിൻ കൺട്രീസിലൊന്നും ഈ ഫുഡ് കിട്ടത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഹൈലി ഇൻഫ്ലമബിൾ ആൻഡ് ഇതിനെ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബനാന റൈസ് എന്നൊക്കെ വേണമെങ്കിൽ ഓമന പേരിട്ട് വിളിക്കാം. ആൻഡ് ദിസ് ഇസ് എ ഫുഡ് ഇൻ ഇന്ത്യൻ ഫുഡ് ബിക്കോസ് യെസ്റ്റർഡേ ഫുഡ് ഈസ് ഈറ്റിംഗ് ടുഡേ. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫുഡ്. ഇംഗ്ലീഷുകാരായ വ്യൂവേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പഴങ്കഞ്ഞി ചലഞ്ചിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ, മാളു, അച്ഛൻ, അമ്മ. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമില്ല. ഫുഡ് അതായത് പഴങ്കഞ്ഞി മൊത്തത്തിൽ അതിൻ്റെ സൈഡ് ഡിഷ് അടക്കം പൂർണ്ണമായിട്ട് തിന്ന് തീർക്കുക എന്നതാണ് ചലഞ്ച്. ആൻഡ് ഇതിന് സമാനമായിട്ട് 1500 രൂപയാണ് ക്യാഷ് പ്രൈസ്. ആൻഡ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് 1500. ഫസ്റ്റ് പ്രൈസ് 1000, 500 സെക്കൻഡ് പ്രൈസ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ സ്വന്തം, നമ്മുടെ രണ്ടുപേരുടെ മാത്രം സ്വന്തം അച്ഛനാണ് 1500 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വേണമെങ്കിൽ അന്ന് 500 രൂപ വെച്ചപ്പോൾ തരായില്ല, ഇപ്പോൾ 1500 രൂപ സ്പോൺസറിനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആരാണ് ഈ പൈസ സ്വന്തമാക്കാൻ പോകണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് സെറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയാണ് പഴഞ്ഞിയുടെ മെയിൻ ഐറ്റം. പഴഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഐറ്റമാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല, കരിവാട്. ആഹാ, അത് നല്ല വാളക്കരിവാടാണ്. ആഹാ, ഇതിങ്ങനെ പൊരിച്ചപ്പോൾ എന്ത് നല്ല മണമാണ് വരണമെന്നറിയാമോ? പറയാതിരിക്കാൻ പോയി, ഒരു രക്ഷയില്ലാത്ത മണം. കുറച്ച് പഴഞ്ഞി, അതിൻ്റെ കൂടെ വാളക്കരിവാടിങ്ങനെ, എൻ്റെ സാറേ. അപ്പോൾ ദേ സൈഡ് ഡിഷിന് വേണ്ടിയിട്ട് അമ്മ അവിടെ പപ്പടമൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് അടുത്ത വേറെ ഒന്നുമില്ല, ദേ കട്ടില്ലേ, മുളകാണ്. ഇടയ്ക്ക് ഇച്ചിരി കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് ദേ മുളക് ദേ ഇങ്ങനെ മതി എണ്ണയിൽ, ചൂടെണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം. ആഹാ, ഇനി എൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു ചമ്മന്തി റെഡിയാക്കാം. ചമ്മന്തിയുടെ ആവശ്യമായിട്ട് ദേ നല്ല കൊച്ചുള്ളി, പുളിയും ഇഞ്ചിയും വറ്റമുളകൊക്കെ ദേ നമ്മൾ എണ്ണയിലിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. കല്ലിലടിച്ചാൽ കിട്ടുന്ന സ്വാദൊന്നും അത് വേറെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചതച്ച് ആഹാ, കൊതിയും വരണം. ഞാൻ നോക്കിയാണ്, പുകയൊക്കെ വരണം, ചൂടോടെ എടുത്തിട്ടുണ്ട്. ആഹാ, ഇത് കണ്ട പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് തേങ്ങയിലേക്ക് ഇട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. പക്ഷേ ഇവിടെ അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് ബാക്കി പ്രോസസ്സ് എല്ലാം നമുക്ക് മിക്സിയിലിട്ട് ചെയ്യാം. പക്ഷേ എങ്കിൽ കല്ലിൽ അരയ്ക്കുന്നതിന് ടേസ്റ്റ് വേറെയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാവശ്യമില്ലെങ്കിൽ 2 അടി ഇങ്ങനെ അടിക്കണം. അങ്ങനെ ദേ തേങ്ങയും ഉപ്പും പിന്നെ ദേ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് ദേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനും അടിച്ച് ചന്ന പിന്നാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, നല്ല മണം, നല്ല മണമല്ലേ, സഹിക്കാൻ വയ്യ. പിന്നെ പഴഞ്ഞൂടെ എന്തെങ്കിലും ഒരു തോരൻ പോലെ സൈഡ് ഡിഷായിട്ട് വേണം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെത്തോലി, ഇത് ചേട്ടൻ്റെ അഭ്യർത്ഥന പ്രകാരം മാത്രം വെച്ചാണ്. കാരണം ചേട്ടൻ നെത്തോലി ഉണ്ടപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടന് വേണ്ടി. പിന്നെ നമുക്ക് ആ ഉണക്കമീൻ തന്നെ ധാരാളം എടുത്ത് കാടിച്ച് പറിക്കാൻ, അതാണ് ബെസ്റ്റ്. പ്രത്യേകിച്ച് പഴഞ്ഞിയും ഉണക്കമീൻ, അതാണ് കോമ്പിനേഷൻ. അല്ലാതെ അവിടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പഴഞ്ഞി ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പഴഞ്ഞി ഉണക്കമീനാണോ, പഴഞ്ഞിൻ്റെ നെത്തോലി ഫ്രൈ ആണോ, കോമ്പിനേഷൻ നിങ്ങൾ തന്നെ പറ. അപ്പോൾ നമ്മുടെ ചലഞ്ചിന് ആവശ്യമുള്ള പഴങ്കഞ്ഞി അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നിൽക്കുന്നത് നമ്മുടെ പഴങ്കഞ്ഞി. സോറി, ക്ഷമിക്കണം, അതിൻ്റെ അച്ഛനാണ്. ഇതാണ് പഴങ്കഞ്ഞി. ഓക്കെ, അപ്പം ഐറ്റംസൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് അച്ചാറിടാൻ പറ്റും. നമ്മുടെ അച്ചാറ്, പുളിശ്ശേരി ഇങ്ങോട്ട് കൊണ്ടുപോവാ. നല്ല പുളിശ്ശേരി. നിനക്ക് പുളിശ്ശേരി വേണോ? ഓക്കെ, എല്ലാത്തിനും ഇതാ. ഇതിൽ ഇച്ചിരി കട്ട തൈരും കൂടെ ഇങ്ങോട്ട് ഇട്ടാ എൻ്റെ ചേട്ടോ. അല്ലേ എന്തൊക്കെ സൈഡ് ഡിഷൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചേ. ക്യാബേജ് തോരൻ,
ചമ്മന്തി, മുളക്, ഉണക്കമീൻ, ഇത്തിരി നെത്തോലി, കപ്പ, പപ്പടം. അതിൻ്റെ ആ ഒരു മണമുണ്ട്, മണം. സോ അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ആദ്യം തീർക്കും അവർക്ക് ക്യാഷ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ടേസ്റ്റ് ആയിട്ട് ഒരു ഫുഡ് പോകില്ല. ചൂട് സമയത്ത് ഇങ്ങനത്തെ ഫുഡ് ചുമ്മെങ്കിലും കഴിച്ചു പോകും. ഇതെല്ലാം കൂട്ടി കഴിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. കരുവാട് എല്ലാം കൂട്ടി കഴിക്കണം. മൺചട്ടിയിലും വേണ്ട നല്ല തണുത്ത സാധനം. ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ തിന്നുള്ളത്. ഇതിൽ വിജയിക്കാൻ വേണ്ടി രാവിലെ തൊട്ടൊന്നും കഴിക്കാതെയാണ് ഞാൻ ഇരിക്കണത്. രാവിലെ എന്തിനാ കഴിച്ചത്? പുട്ടും കഴിച്ചിട്ടാണ് ഇത് കയറ്റണം. ഈ വീഡിയോ ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്കിതൊരു ബിസിനസ് ആക്കാം. 60 രൂപയ്ക്ക് ഒരു പഴങ്കഞ്ഞി, നഷ്ടമില്ലല്ലേ? അപ്പൊ എല്ലാവർക്കും ഒക്കെ ബൈ. മാമനോടൊന്നും തോന്നല്ലേ? ബാക്കി ഞാൻ നക്കി പഠിച്ചെടുത്തു. അല്ല അങ്കിലേ ജയിക്കുള്ളൂ. മുളക് തീർക്കണം. എല്ലാം അത് മുള പറ്റൂല. കഴിച്ച് ഞാൻ എന്താ തീർത്തിട്ടുണ്ട്. അയ്യോ, നമുക്ക് സെക്കൻഡിന് വേണ്ടി മത്സരിക്കാം. എന്റെ കൂടെ മത്സരം ജയിക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ലല്ലേ. മുളക് തീർക്കാത്തതുകൊണ്ട് ചിലപ്പോ എല്ലാം കൂടെ തീർത്താക്കി നമുക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാം. മുളക് എന്നെ കൊണ്ട് പറ്റാത്തതാണ്. നീര് ചാവും. അതിലെ വടി ബാക്കിയെല്ലാം ഞാൻ തീർത്തിട്ട് ഇനി എല്ലാം കൂടി ഉള്ളു തിന്നെ. അതിനെ കൊണ്ട് കിഴങ്ങിരിക്കണം. അച്ഛനെല്ലാം തീർന്നു. അച്ഛനെ വായിലൊന്നും ചേട്ടൻ വായിക്കാതിരിപ്പുണ്ട്. എല്ലാം നോക്കട്ടെ. എന്ത് മുളകിന്റെ കാര്യം തീരുമാനമായിട്ടല്ല, അതുകൊണ്ട് സെക്കൻഡ് ഞാന്. എന്ത് ചെയ്യാൻ, എല്ലാത്തിനും നമ്മൾ തന്നെ വേണം. കോലുണ്ടായിരുന്നു, കുത്തിയിട്ട് ആൾക്കാരുന്നു. മണിക്കൂർ എത്ര തീർന്നിട്ട് കൂടില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാനാണ് സകലതും തീർത്തത്. ഹലോ ഗൈസ്, എന്നെ കൊണ്ട് കൂടില്ല. മുളക് ബാക്കി വന്നു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അടിപൊളി. എന്റെ നേരത്തെ എല്ലാം നിറഞ്ഞിരിക്കുക. നീ മുളക് തീർത്തില്ലേ? അത് എരിവായോണ്ടോ? ബാക്കിയെല്ലാം തീർത്താൻ എല്ലാം തീർത്തത് ഞാൻ. അതില് കാര്യമില്ല. അടുത്ത ഇവിടെ തീർന്നിട്ടില്ല. ഒരു ടൈഡ് ആദ്യം പഴങ്കഞ്ഞി തീർക്കുന്ന ആളാണ് ഫസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഴങ്കഞ്ഞി അതിനോടനുബന്ധിച്ചുള്ള എല്ലാം തീർത്തിരിക്കണം. ഇത് എരിവായോണ്ടാണ്. അത് ശരിയാണ്. അപ്പം എരിവായോണ്ടാണ് പറ്റൂല. പ്രേക്ഷകരെ നിങ്ങൾ പറയും, ഞാനല്ലേ ജയിച്ച കഷ്ടപ്പെട്ടെല്ലാം അത് മാറ്റി വയ്ക്കാനുള്ള അത് പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കണം. ഞാൻ ഒരെണ്ണത് 2 മുളക് വെച്ചു, ഒരെണ്ണം മൊത്തം ഞാൻ തിന്നെടുത്ത് പറ്റാണ്ടിന്റെ. അയ്യാ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അച്ഛൻ. ഞാനാണ് കഷ്ടപ്പെട്ട് തിന്നത്. ഇല്ല ഇല്ല, ആ മുളകും കൂടെ തീർത്തിരുന്നെങ്കിൽ നിന്റെ ഫസ്റ്റ് ആക്കായിരുന്നു. ഇത് പറ്റണില്ല. ഇല്ലടി നീ ഫസ്റ്റ് ആവണ എനിക്ക് ഇഷ്ടമല്ലടി. പറ്റൂല. ഇത് അസൂയാണ്. അസൂയ ചേട്ടൻ അസൂയാണ്. ഇല്ലടി ഇല്ല, ഞാൻ നോക്കിയായിരുന്നു, എന്നോട് ഞാൻ പറ്റിയില്ല. ഫസ്റ്റ് അസൂയ. സൂപ്പർ.
പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും കേരള യൂട്യൂബേഴ്സ് അസോസിയേഷൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ 1ാം സമ്മാനം കരസ്ഥമാക്കിയ അച്ഛന് 1000 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കാൻ പോകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 1000 രൂപ പുള്ളി തന്നെ സ്പോൺസർ ചെയ്ത പൈസ പുള്ളിയുടെ കയ്യിൽ തന്നെ സേഫായിട്ട് എത്തിയിരിക്കുകയാണ്. സന്തോഷമായില്ല? 1000 രൂപ കിട്ടിയില്ലേ? വെറുതെ ഒരു ചലഞ്ചിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് ഒരു 1000 രൂപ കിട്ടി. ഇനി സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ മാളുവിന് 500 രൂപ. സന്തോഷമായില്ലേ? ക്യാമറ ഓഫ് ആകുമ്പോഴത്തേക്ക് തിരിച്ച് അച്ഛനെ തന്നെ കൊണ്ട് കൊടുക്കണം. 4ാം സമ്മാനമായ ആൾക്കാർ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ നിന്ന് മാറിപ്പോക്കോ. 3ാം സമ്മാനമായ ചേട്ടൻ പൊക്കോ. 3ാം സമ്മാനം അല്ല, കുഴപ്പമില്ല. 4ത്തിനേക്കാൾ ഇതാണ്. ഇത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയാം. ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ്, ഇതാണ് ഇവിടെ മെയിൻ. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് പോക്കറ്റ് അടി ചുരുക്കി വെക്കുക. എന്നിട്ട് അടുത്ത് പോയി ഡ്രസ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ മനോഹരമായ ചലഞ്ചുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.